ഇതാണ് കക്ക. നമ്മൾ വളരെ ടേസ്റ്റായിട്ട് കക്ക ഫ്രൈ ഉണ്ടാക്കും. അങ്ങനെ കക്ക ഇത് വേവിച്ചിട്ട് വേണം ഇത് ഫ്രൈ ആക്കാനായിട്ട്. ഇത് വേവിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കക്ക നമ്മൾ വേവിച്ച് കഴിയുമ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുക. ഇത് ഓരോന്നിന്നും ഈ മാംസം ഉള്ള ഭാഗം നമ്മൾ വേർതിരിച്ചെടുക്കണം. എന്നിട്ട് അതിട്ടിട്ടാണ് ഫ്രൈ ഉണ്ടാക്കുക. അതെ, ഞാൻ ഫ്രൈ ഉണ്ടാക്കിയിട്ട് കാണിച്ചിട്ടാ. നല്ല സൂപ്പർ ടേസ്റ്റ് ഉണ്ട് അതിൻ്റെ ഫ്രൈ. അപ്പം നമ്മൾ കക്ക ഫ്രൈ ഉണ്ടാക്കാനായിട്ട് പച്ചമുളക്, ഇഞ്ചി, വേപ്പില, സവാള, വെളുത്തുള്ളി ഇതെല്ലാം കൂടിയിട്ട് നന്നായി ഫ്രൈ ചെയ്ത് ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ഇല്ല, മസാലപ്പൊടി, കുരുമുളക് പൊടിയാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. കുരുമുളക് പൊടി ധാരാളം വേണം. കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി മുളക് 2 മുളക് പൊടി ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഇനി ഇതൊന്നും കൂടെ ഫ്രൈ ആയിട്ട് പിന്നെ കക്കയും കൂടെ ചേർത്ത് കൊടുക്കും. ഇനി ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് കക്ക ഫ്രൈയുടെ ഫൈനൽ ലുക്ക്. ഇതിങ്ങനെ പൊട്ടും, ഇങ്ങനെ ഡ്രൈ ആയിട്ട്. അപ്പോഴാണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള സമയം. നമുക്കിത് ഫില്ലിംഗ് ആയിട്ട് വെച്ചിട്ട് സമൂസ ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണ്. ഇതാണ് കക്ക ഫ്രൈയും ചോറും. കഴിക്കട്ടെ കേട്ടോ. ഇതാണ് കക്ക ഫ്രൈയുടെ ഫൈനൽ ലുക്ക്. ഇതിങ്ങനെ പൊട്ടും, ഇങ്ങനെ ഡ്രൈ ആയിട്ട്. അപ്പോഴാണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള സമയം. നമുക്കിത് ഫില്ലിംഗ് ആയിട്ട് വെച്ചിട്ട് സമൂസ ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണ്. ഇതാണ് കക്ക ഫ്രൈയും ചോറും. കഴിക്കട്ടെ കേട്ടോ.